കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണം അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. മാസങ്ങൾ നീണ്ട തീപാറുന്ന രാഷ്ട്രീയ കരുനീക്കങ്ങൾ, തൊട്ടു പിന്നാലെ ഒരു മാസം പോലുമില്ലാത്ത പ്രചാരണ ദിവസങ്ങൾ. അടുത്ത ദിവസം വൈകുന്നേരം 6 മണിയോടെ കൊട്ടിക്കലാശമാകും. ഇത്തവണത്തെ പ്രചരണ കാലം ഡീൽ വിവാദങ്ങളുടെയും ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെയായിട്ട് സജീവമായിരുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. ശക്തി തെളിയിക്കാൻ ഇറങ്ങിത്തിരിച്ച BJPക്ക് ഇത്തവണ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അഭിമാന പ്രശ്നമാണ്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇത്തവണ BJPക്ക് സാധിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ ലോകം വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രി അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ഇവരൊക്കെ നേരിട്ടെത്തി പ്രചരണം നയിക്കുകയായിരുന്നു. NDAക്ക് ഒരു പുത്തൻ ഉണർവാണ് ഇത് നൽകിയത്. 2 തവണയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയത്. ആദ്യത്തെ വരവിൽ പാലക്കാട് മുതൽ തൃശ്ശൂർ വരെ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ മുതൽ പത്മജ വേണുഗോപാൽ വരെ ഈ സ്ഥാനാർത്ഥികൾക്കായി മോദിയുടെ റോഡ് ഷോ വരെ ഇറങ്ങിയേറി. രണ്ടാമത്തെ വരവിൽ കോട്ടയം ജില്ലയിലും തിരുവല്ല അടക്കമുള്ള ചുറ്റുമുള്ള മണ്ഡലങ്ങളിലും ഒക്കെയുള്ള ഒരു റോഡ് ഷോയും പൊതുപരിപാടിയും. തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക റോഡ് ഷോ പ്രചാരണം. തിരുവല്ലയിലെത്തി BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ മോദി പ്രത്യേകമായി പരാമർശിച്ചു. എന്തുകൊണ്ട് അനൂപ് ആന്റണി ജയിപ്പിക്കണമെന്ന മോദിയുടെ വിശദീകരണം പിന്നാലെ തന്നെ വന്നു. 5 വർഷം തൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാജ്യമൊട്ടുക്ക് BJPക്ക് വേണ്ടി അനൂപ് യാത്ര ചെയ്ത് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിശബ്ദ സേവകനാണ് തൻ്റെ കണ്ണിൽ അനൂപ്. അപ്പോൾ തിരുവല്ല എന്ന മണ്ഡലത്തെ അനൂപ് പൊന്നുപോലെ നോക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം. തിരുവനന്തപുരത്ത് നടന്ന റോഡ് ഷോയിൽ ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ വിജയം പ്രധാനമന്ത്രി ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. അതിനാണ് പ്രധാനമന്ത്രി 2ാം തവണയും തലസ്ഥാനത്തേക്ക് എത്തിയത്. ഇക്കുറി NDAയുടെ വോട്ട് ശതമാനം ഉയർത്തുകയാണ് ലക്ഷ്യം. പല മണ്ഡലങ്ങളിലും NDA പിടിക്കുന്ന വോട്ടുകൾ മറ്റ് 2 മുന്നണികളുടെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കും. BJP വോട്ടുകൾ ഇത്തവണ മാറില്ല എന്നുറപ്പാണ്. അങ്ങനെ വരുമ്പോൾ വോട്ട് ചോരുക ആർക്കാണെന്ന അങ്കലാപ്പിലാണ് ഇടത് വലത് മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ശബരിമല വിഷയം വീണ്ടും സജീവമായത്. ഇത് ഇടത് വലത് മുന്നണികളെ തെല്ലൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയത്. സുപ്രീം കോടതിയിലെ പുതിയ നീക്കങ്ങൾ ഓരോ വോട്ടർമാരെയും വൈകാരികമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് വോട്ടാക്കി മാറ്റാൻ BJP തന്ത്രങ്ങൾ വ്യക്തമായി മെനഞ്ഞിട്ടുമുണ്ട്. വിശ്വാസികളുടെ വോട്ടുകൾ ഇത്തവണ എങ്ങോട്ട് മറിയുമെന്നത് നിർണായക ഘടകമാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുകൾക്ക് പ്രകാരം പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ്. NDA സ്ഥാനാർത്ഥികൾ എത്തിയതോടെ ഇടത് വലത് പോരാട്ടം ത്രികോണ പോരാട്ടമായി മാറി. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ നിലനിർത്താൻ മുന്നണികൾ ഇപ്പോൾ വിയർപ്പൊഴുക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. പലയിടത്തും വിമതഭീഷണിയടക്കം ഇടത് വലത് മുന്നണികളുടെ കണക്കൂട്ടൽ തെറ്റിക്കുന്നുമുണ്ട്. അവസാന ഘട്ടത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ അടിയൊഴുക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നണികളൊക്കെ ജാഗ്രതയിലാണ്. എന്തായാലും BJPക്ക് സുവ്യക്തമാണ്, നിശ്ചിതമാണ് തങ്ങൾക്ക് ലഭിക്കേണ്ട ആ വോട്ടുകൾ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഡീൽ വിവാദങ്ങളാണ്. വോട്ടുകൾ മറിക്കാനായി മുന്നണികൾ തമ്മിൽ രഹസ്യ ധാരണയുണ്ടെന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിപ്പിച്ചു. CPM-ഉം UDF-ഉം എന്താണ് പറഞ്ഞത്? CPM-ഉം BJPയും ധാരണയുണ്ടെന്ന് CPM UDF പറയുന്നു. UDF-ഉം BJPയും തമ്മിൽ ധാരണ നിലനിൽക്കുന്നതായി CPM പറയുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ വോട്ടർമാർക്കിടയിൽ അത് വലിയ ചർച്ചയായി. ഇത്തവണ കേരളത്തിൽ തങ്ങളുടെ വോട്ട് വിഹിതം, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ, വിജയത്തിനപ്പുറം വോട്ട് വിഹിതം കൂടി വർദ്ധിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച BJPക്ക് മുന്നിൽ ഒരു ഡീലുമില്ല എന്നതാണ് വസ്തുത. ഒരൊറ്റ വോട്ടും ചോരരുത് എന്ന കർശന നിർദ്ദേശം BJP കീഴ്ഘടകങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഒരു വോട്ടും ചോരില്ലെന്നും ഒരു ഡീലുമില്ലെന്നും BJPക്ക് ഉറപ്പായി പറയാം. ആരോപണങ്ങൾ നിഷ്പക്ഷ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഫലപ്രഖ്യാപനത്തിൽ നിർണായകമാകും. ഇത്തവണ ഭരണവിരുദ്ധ വികാരം ഇത്തവണ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്ന വിലയിരുത്തൽ രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരെ ഉയർത്തുന്ന ജനരോഷം അത് വോട്ടായി മാറുമോ എന്നതാണ് UDF-ൻ്റെ പ്രതീക്ഷ. പക്ഷേ എല്ലാ കുറിയും സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾക്കെതിരായ ജനവികാരം അത് ബാധിക്കുന്നത്, അത് ഗുണകരമാകുന്നത് പ്രതിപക്ഷത്തിനാണ്. ഇക്കുറി പക്ഷേ പ്രതിപക്ഷത്തിനൊപ്പം തന്നെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായി സജീവമായി NDA എന്ന മുന്നണിയുമുണ്ട്. ഒരു മാറ്റമാണ് കേരളത്തിന് ആവശ്യമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. ഇപ്പോഴല്ല, നേരത്തെ തന്നെ പറയുന്നത് വികസിത ഭാരതം പോലെ വികസിത കേരളത്തിനായി ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോൾ BJPയും ശക്തമായി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇടതിനും വലതിനും NDAക്കും വളരെ നിർണായകമാണ് ഈ 2 ദിവസം കഴിഞ്ഞുള്ള വോട്ടെടുപ്പ്. പിന്നെ കാത്തിരിക്കണം മെയ് 4 വരെ ഫലപ്രഖ്യാപനത്തിനായിട്ട്. അപ്പോഴേക്കും മെയ് 4 എടുക്കുമ്പോഴേക്കും
അവസാനം പശ്ചിമ ബംഗാളിൽ ഏറ്റവും ഒടുവിൽ രണ്ടാം ഘട്ട ഇലക്ഷൻ തീരുന്നതോടെ സർവേ ഫലങ്ങളും പുറത്തു വരും. അപ്പോഴറിയാം എന്താകും കേരളം കാത്തു വച്ചിരിക്കുന്ന ആ മാജിക് എന്ന്.